ഹലോ, എൻ്റെ ആദ്യത്തെ ഷോർട്ട് റെസിപ്പി വീഡിയോ ആണിത്. ഇഷ്ടമായെങ്കിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഈസി അറബിക് റൈസ് വിത്ത് മസാല ചിക്കനാണ്. അതിനുള്ള ചിക്കനാണ് ഇത്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഈ ഇൻഗ്രീഡിയൻസ് നമുക്കൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടു. അതിലേക്കൊരു മാഗി ക്യൂബ്, 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, സൗദി കബ്സ മസാല 1 സ്പൂണ്. ഇനി ഇത് നന്നായി ബ്ലെൻഡ് ചെയ്ത് പേസ്റ്റ് രൂപത്തിലേക്ക് ആക്കുക. ഈ പേസ്റ്റിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ടിട്ട് ഹാഫ് ആൻ അവർ മാഗ്നേറ്റ് ചെയ്യാൻ മാറ്റി വെക്കുക. ഇനി റൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അലക്സ മന്തി റൈസ് ആണ്. അതൊരു ഹാഫ് ആൻ അവർ നന്നായി കഴുകി വൃത്തിയാക്കി സോക്ക് ചെയ്യാൻ മാറ്റി വെക്കുക. ഇനി റൈസ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു കടായി ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. അതിലേക്ക് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ലോണം ബ്ലെൻഡ് ചെയ്ത് പേസ്റ്റാക്കി സൺഫ്ലവർ ഓയിലിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കി ചേർത്ത് കൊടുക്കുക. തക്കാളിൻ്റെ പച്ച ചുവ മാറുന്നതുവരെ നന്നായി ഇളക്കി വഴറ്റി കൊടുക്കുക. ഇനി അതിലേക്ക് പെപ്പർ, ഈ ഇൻഗ്രീഡിയൻസ് പച്ചമുളക്, ക്യാപ്സിക്കം എന്നിവ ഇട്ടുകൊടുക്കുക. ഒരു ഉണക്ക നാരങ്ങയും 2 ബേ ലീഫും കൂടി ഇട്ടുകൊടുക്കുക. അതെല്ലാം നന്നായി മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളമാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 ഗ്ലാസ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന രീതിക്കാണ്. അത് ഒഴിച്ച് നന്നായി തിളക്കാൻ വേണ്ടിയിട്ട് വെക്കുക. തിളച്ച് വന്ന വെള്ളത്തിലേക്ക് നമ്മൾ കുതിർത്തി മാറ്റി വെച്ച് ബസ്മതി റൈസ് ഇട്ട് കൊടുക്കുക. അത് നന്നായി ഇളക്കി ചേർത്ത് കൊടുക്കുക. ഇളക്കി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 20 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ നന്നായി അടച്ച് വേവിക്കുക. ഇനി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അത് ചൂടായി വരുമ്പോൾ നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ അതിലേക്ക് ഇട്ടുകൊടുക്കുക. അതൊരു 20 മിനിറ്റ് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. നന്നായി കുക്ക് ചെയ്ത് വന്ന ഈ ചിക്കനെ നമുക്ക് ഷാലോ ഫ്രൈ ആക്കി എടുക്കാം. ഇനി നമ്മൾ നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ്റെ ബാക്കി മസാല ഒരു പാനിലേക്ക് ഒഴിച്ച് നന്നായി വഴറ്റിയെടുക്കുക. നന്നായി വഴറ്റി വരുമ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്ത് ചിക്കനും ഈ മസാലയും നന്നായി ഒരുമിച്ച് മാഗ്നേറ്റ് ചെയ്ത് വെക്കുക. ഈ ടൈം കൊണ്ട് നമ്മൾ റൈസ് ഇവിടെ നന്നായിട്ട് വെന്ത് പാകത്തിനായി വന്നിട്ടുണ്ടാവും. ഇനി നമുക്കിത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ ഇതാണ് എൻ്റെ റെസിപ്പി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.